പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു ആൻഡ് ഐ എം ഡൺ വിത്ത് എവറിത്തിങ് ആൻഡ് ഐ എം റിയലി ഹംഗ്രി ഓൾസോ റൈറ്റ് നൗ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് ഇറ്റ്സ് പനീർ സാൻഡ്വിച്ച് ആൻഡ് ബോയിൽഡ് എഗ്സ് പിന്നെ പ്രോട്ടീൻ ഷേക്ക്. ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. A few moments later. മൈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഇങ്ങനെ ജസ്റ്റ് ഭയങ്കര കാര്യമായിട്ടൊന്നുമില്ല. I've been using this skincare routine. നമ്മുടെ 3 finger rule apply ചെയ്തിട്ട് ഞാൻ 3 വിരലിലായിട്ടാണ് സൺസ്ക്രീൻ എടുത്തിരിക്കുന്നത്. It's not a very heavy sunscreen, it's a very light sunscreen. കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ മൊത്തം ഹാർഡ് വാട്ടറാണ്. സോ ഇറ്റ് അഫക്ട്സ് യുവർ ഹെയർ റിയലി. അപ്പോൾ എനിക്കറിയില്ല അങ്ങോട്ട് ഡൂ വിത്ത് മൈ ഹെയർ. അങ്ങനെ ഞാൻ പ്രോബ്ലി നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഐ ഫീൽ ലൈക്ക് ഐ നീഡ് ടു ചേഞ്ച് ദ ഡോക്ടർ. ഐ വോണ്ട് സീ ദാറ്റ് വാസ് റിസർച്ച് ടു ബി ഓണസ്റ്റ്. സോ ദാറ്റ് ഓക്കെ. അങ്ങനെ നമ്മുടെ മോട്ടിവേഷൻ സെഷൻ കഴിഞ്ഞു. ദിസ് ഇസ് ഹൗ മൈ സ്കിൻ ലുക്സ് ആഫ്റ്റർ ദ സ്കിൻ പ്രെപ്പ്. ചെറുതായിട്ട് ഇവിടെയൊക്കെ കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. ഐ ബീൻ ട്രാവലിംഗ് കുറച്ച് ദിവസമായിട്ട്. ഞാൻ കാസർഗോഡായിരുന്നു. അപ്പം ട്രാവലിംഗ് എല്ലാം കൂടെ ആയിട്ട് ഐ എം വെരി ടയർഡ് ഓൾസോ. എൻ്റെ കണ്ണ് കണ്ടാലറിയാം ലൈക്ക് ഡെഡ്. ഓക്കെ, സോ ലെറ്റ്സ് ഹാവ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്. വിശക്കുന്ന സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം, ഞാൻ പനീറൊക്കെ ഒന്ന് മാഷ് ചെയ്ത് വെച്ചു. നമ്മുടെ സാൻഡ്വിച്ചിനായിട്ട് ഷോ യു ഗൈസ് റൈറ്റ് നൗ. സീ നമ്മുടെ മാഷ്ഡ് പനീർ, അതിൻ്റെ കൂടെ ബോയിൽഡ് എഗ്സ് ഉണ്ട് ആൻഡ് വി ഹാവ് ടു മേക്ക് എ പ്രോട്ടീൻ ഷേക്ക് ഓൾസോ. ഇതെല്ലാം ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കണം. അപ്പം ഇതിപ്പോൾ മൊത്തം ഒരു ഓട്ടമായിരിക്കും. ഓക്കെ, our sandwiches are getting ready. A few minutes later. One eternity later. So we have our breakfast ready. And the protein shake as well. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 അപ്പോൾ ഞാനിങ്ങനെ വെറുതെ എൻ്റെ ഒരു ഫ്രണ്ട് ആൽബീനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ഷീ സേസ് ക്ലോസ് ബൈ. അപ്പോൾ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞു ലഞ്ചിന് പോയിരുന്നോ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു യെസ് ലഞ്ചിന് പോയിരുന്നു. അങ്ങനെ ഇപ്പോൾ ലഞ്ചിന് ആൽബിയും കൂടെ എന്ന് വരുന്നുണ്ട്. അപ്പോൾ കം ലെറ്റ്സ് മേക്ക് ലഞ്ച്. ദിസ് നത്തിങ് സ്പെഷ്യൽ, ജസ്റ്റ് റൈസ്, ദർ ഇസ് മോര് കറി ആൻഡ് വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ട്, പിന്നെ ജസ്റ്റ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് എ ലഞ്ച്. സോ കം ലെറ്റ്സ് മേക്ക് ഇറ്റ്. നമ്മൾ ഈ ചട്ടിയിലാണ് ഇന്ന് നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ നല്ല രസമുണ്ട്. So this മോരുകറി can't be called as a proper മോരുകറി. This is basically ഒരു തട്ടിക്കൂട്ട് മോരുകറിയാണ്. ബേസിക്കലി എന്താണ് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന, വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മോരുകറിയാണ്. നമ്മുടെ ചട്ടി എടുത്തു, അതിന് മാച്ചിങ് ആയിട്ട് സ്പൂൺ എടുത്തു, അത് തടിയുടെ തന്നെ സ്പൂൺ എടുത്തു. ഒരു ജാതി ആംഗിളിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തത് ഉണ്ട് ജഡ്ജ് ചെയ്തത്. അപ്പം ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഈ തൈരും വെള്ളം കൂടെ ആയിട്ടുള്ള ഈ മിക്സ് ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കാൻ മതി. ആ സമയം കൊണ്ട് നമുക്ക് ചെറുതായിട്ട് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇച്ചിരി കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇതിനകത്തേക്ക് ഇടേണ്ടതുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയല്ല ഇടുന്നത്, വേറെ രീതിയിലാണ് ഇടുന്നത്. സോ ഐ വിൽ ഷോ യു ദാറ്റ്. അപ്പോഴത്തേക്കും ഇതൊന്ന് ഇതാവട്ടെ. ഓക്കെ. 2 hours later. So we finally made our മോര് കറി.
എന്തൊക്കെ ചടങ്ങാ. And the saddest part is that, you know, you'll take nearly like 4 hours to make it and you'll just finish it within like 4 minutes. That is the saddest part. Like, very saddest part. Lucky. This is what adulting is. പുളിശ്ശേരി is done. ഇത് നമുക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കണം, അല്ല വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കണം, രണ്ടാമത് ഗ്രേറ്റഡ് ക്യാരറ്റ് ഉണ്ടാക്കണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ജീരകമൊക്കെ ചേർത്തിട്ട് അടിക്കണം. പുളിശ്ശേരിയാവും. ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ തേങ്ങ ഇട്ടാന്ന് പുളിശ്ശേരിയാണ്. മീനിന്റെ വെണ്ടയ്ക്ക കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ് മുളക് പൊടി വീണതാണ്. എങ്ങനെയുണ്ട് പുളിശ്ശേരി? എങ്ങനെയുണ്ട്? ഇത് അന്ന് മേടിച്ചല്ലേ? നമ്മള് വാങ്ങിച്ചതാ. അങ്ങനെ നമ്മുടെ വേർഡിക്റ്റ് കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു. ഇനി നാളെ ആൽബിയുടെ വീട്ടിൽ നമ്മള് ചായ ഇൻഡക്ഷൻ ആണോ? അതെ, പണ്ടൊക്കെ മേടിച്ചു ഭാഗ്യം. ഞങ്ങൾ വിചാരിക്കാം പണ്ട് എനിക്ക് ഇത്രയും ശമ്പളം ഉള്ളപ്പോൾ എനിക്ക് വലിയ നമ്മുടെ ചായ is done. I mean, you don't get everything in the first sip, no? Yeah. ഞാനിങ്ങനെ 2 ദിവസം മുന്നേ എൻ്റെ ഷൂസ് ഒക്കെ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഹിത എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ദേ വാഷ് ആ ഷൂസ് ആൻഡ് ഓൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു തവണ കൊടുത്തു. ഐ ഗോട്ട് ഗുഡ് റിസൾട്ട്സ്. എൻ്റെ ഷൂ നന്നായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ 1 തവണയും കൂടെ കൊടുത്തു. അപ്പോൾ ആ ഷൂ ഞാൻ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പോൾ പാലരുവട്ടത്താണ് ആ ഷോപ്പുള്ളത്. അപ്പോൾ വേഗം ഗോ. ആൽബി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ ഇങ്ങോട്ട് ഗോ. അമ്മ എനിക്ക് ഈ അടുത്തായിട്ട് വെസ്റ്റ് സൈഡ് എൻ്റെ മറ്റേ ലൂണ ബ്ലൂ എന്ന് പറഞ്ഞിരുന്നോ ഉണ്ടല്ലോ. പക്ഷെ ഈ അടുത്ത് ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ വെസ്റ്റ് സൈഡിന്റെ ക്വാളിറ്റി ഞാൻ ഹോൺ അടിച്ചില്ലല്ലേ? ഇല്ല ഹോണിച്ചല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ കയറി അങ്ങ് വരുമോ? മൈത്തറണ്ടേ? പറഞ്ഞ നമ്മുടെ ലൈസൻസ് ആയിരിക്കും ആദ്യം കട്ട് ചെയ്യുമ്പോൾ. A few inches later. So Albi നമ്മൾ കൊണ്ടുവിട്ടു. We got our shoes from Hida. It's very neat. It's very clean and I really like the service. നല്ല service ആണ്. I had a good day today. I hope you guys also had one while watching this video. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. Until then, bye. അപ്പോഴത്തേക്കും നമ്മളിന്നിപ്പോൾ കുളിക്കാൻ പോവുകയാണ്. വിശക്കുന്നു